ആഘോഷം കഴിഞ്ഞ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. അന്ന് തന്നെ നമുക്ക് സ്ഥലം വിടണം. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാനുണ്ടല്ലോ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുക. അമ്മ നീ മിണ്ടരുത്, ഒന്നുകളെ ഞാൻ. ഇറങ്ങടാ, അയ്യോ അയ്യോ, എന്താടാ? എന്താ മോനെ? എനിക്കറിയില്ല എന്താ ഉണ്ടായെന്ന്, എനിക്ക് അറിയില്ല. എന്താ ചേച്ചി? എന്താ ചേച്ചി ഇത്? എന്തിനാ എന്റെ ആങ്ങളെ പിടിച്ച് തള്ളിയത്? എന്തിനാണെന്നോ? ഇവന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കാ വേണ്ടത്. അത് ചെയ്യാത്തത് എന്റെ ആങ്ങളെ ജഗദീഷിനെ ഓർത്താ. അവന്റെ അളിയനാണല്ലോ ഈ നിൽക്കുന്ന അവതാരം. ഇവനെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇവനൊരു ലക്ഷണം കെട്ടവനാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഓട് പൊളിച്ച് ഇങ്ങോട്ട് വന്നതൊന്നും അല്ല. എന്നെ ജഗദീഷ് ചേട്ടാ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചിട്ട് വന്ന വീടാ ഇത്. എന്റെ ആങ്ങളുടെ കൊങ്ങ കയറി പിടിച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോ അറിയണം. ഇവന്റെ കൊരവള്ളി അറക്കുക വേണ്ടത്. എന്റെ മകന്റെ കുടുംബത്തിൽ കയറി വന്ന് ഇടപെട്ടാലേ ഇവന്റെ കഥ ഞാൻ കഴിക്കും. ഇവനെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ മാലു, ഇവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ഈ പറയുന്നതേ സാവിത്രിയാ. ഇവർക്കിത് എന്തിന്റെ കേടാടാ? അവർക്ക് ഭ്രാന്ത. നീ ഇങ്ങോട്ട് വന്നേ. വരൻ എന്താണ് നിന്റെ ഭാവം? ചേച്ചി, ആ സാവിത്രി ചേച്ചി കൊളക്കോഴിയെ പിടിക്കാൻ നടക്കുന്ന കുറുക്കനെ പോലെ നിന്റെ പിന്നാലെ പമ്മി പമ്മി നടക്കുന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട്. ഞാൻ നല്ലത് നാലെണ്ണം അവരോട് അലക്കാത്തതേ കുഴപ്പം നിന്റെ ഭാഗത്തായോണ്ടാ. മനസ്സിലായോ? ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. നിന്നെ ജഗദീഷ് ഏട്ടൻ എങ്ങാനും അറിഞ്ഞാലേ അയാളുടെ കൈപ്പത്തി ഉരുക്ക്. ഒരടി കിട്ടിയ ഇരിപ്പതാ. മനസ്സിലായോ? നീയും മൈഥിലിയും ആ പഴയ കാര്യങ്ങളൊക്കെ മറക്കണം. മൈഥിലി ഇപ്പോ കാർത്തികിന്റെ ഭാര്യയാ. അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അവന്റെ പെണ്ണ്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആ ജയറാമേട്ടന്റെയും മാധുരിയുടെയും പ്രശ്നത്തില് തകർന്നു പോയതാ പണ്ട് ഈ കുടുംബം. ഇനി അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാ
ഈ ചെമ്പകമംഗലം മൊത്തം നശിക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവാൻ പാടില്ല. എടാ, ഞാനും നീയൊക്കെ ഈ വീടിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ കാരണം ഈ വീട്ടിലുള്ള ഒരാള് പോലും വേദനിക്കാൻ പാടില്ല. ദേ നോക്ക്, നീ നിന്റെ ഈ ചേച്ചിയെ ഓർക്കണം, എന്റെ 2 കുഞ്ഞുങ്ങളെ ഓർക്കണം. നിന്റെ ഈ പ്രവൃത്തി കാരണം ചെമ്പകമംഗലത്ത് ഒരു തീപ്പൊരി പോലും വീഴാൻ പാടില്ല. എല്ലാം തകരും, കത്ത് ചാമ്പലാവും. അതുകൊണ്ട് എന്റെ മോനെ എല്ലാം മറക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല ചേച്ചി. എടാ വൈശാഖേ, ഈ രഹസ്യ കല്യാണം മണത്തറിഞ്ഞ് മൈഥിലിയുടെ അച്ഛനെങ്ങാനും വന്ന ആകെ പ്രശ്നമാവും. വേഗം താലി കെട്ടി ഇവിടെ കൊണ്ടുപോകാൻ നോക്കടാ. അതിന് കെട്ടണമെങ്കിൽ ആ ശാന്തിക്കാരൻ തിരുമേനി താലിമാല പൂജിച്ചോണ്ടൊന്നും തരണ്ടേ? വാടാ. ഈ തിരുമേനി ഇതെന്താ താമസിക്കുന്നത്? മുഹൂർത്തത്തിന് സമയമായി, താലികെട്ട് നടക്കട്ടെ. ചതിയാ, നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? ഇവനെ പുറത്തേക്ക് എടുത്തോ. ഇങ്ങോട്ട് വാങ്ങോട്ട്. അവൾ അച്ഛന്റെ നെഞ്ചു തൊഴിച്ചിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടാൻ നടക്കുന്നു. കേരളീയകത്ത് വണ്ടിയുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങുന്നതേയുള്ളൂ. അടികളേറ്റത് തലയ്ക്കും ശരീരത്തിനും മാത്രമൊന്നുമല്ല, എന്റെ മനസ്സിനും കൂടിയാ. വ്യക്തിത്വത്തിനാണ്, ആത്മാഭിമാനത്തിനാണ്. ആത്മാഭിമാനത്തിന് മുറിവേറ്റ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അത്തരം ആറ്റിറ്റ്യൂഡിനോട് പൊരുതിയേ പറ്റൂ. ഞാനും മൈഥിലിയും തമ്മിലുള്ള പ്രണയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി.
അതുകൊണ്ട് ഇനിയാണ് ആരംഭം. ഡീ, സാവിത്രി ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. ആ അത് വന്ന് നിന്നപ്പോഴേ മനസ്സിലായി സൂപ്പർവൈസറേ. മേലണെങ്കിൽ ജോലി ചെയ്ടി. ആ ദേ, അവിടെയുള്ള അഴുക്കൊന്നും പോയിട്ടില്ല. വേഗം അങ്ങോട്ട് ചെയ്ടി. ദേ വിരട്ടൊക്കെ അങ്ങ് കുടുംബ വീട്ടില്. മീനാക്ഷിയോട് വേണ്ട. എന്നോട് വിരട്ടെ കൊണ്ട് വന്നാലേ പണി ഞാൻ പഞ്ചാമൃതത്തിൽ തരുവേ. ഒരേളയമ്മ പോലും ഏളയമ്മ. എന്റെ ജഗതികളയച്ചൻ ഇവരെ എങ്ങനെ സഹിക്കുന്നു? എന്താടി പറഞ്ഞേ? കേട്ടില്ലേ? കാലാവസ്ഥ പ്രവചനമാ ഞാൻ നടത്തിയത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ കൊണ്ട് മാത്രം ഈ പണിയെടുപ്പിക്കുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ കെട്ടിലമ്മമാര് നെയ് സേവിച്ചിരിക്കാണോ? ഡീ, നീ ആദ്യം നിന്റെ നാവിന് റെസ്റ്റ് കൊടുക്ക്. അപ്പൊ തന്നെ ഈ വീടിനൊരു സമാധാനം ഉണ്ടാവും. ദേ, അമ്മ വരുന്നുണ്ട്. ചിലപ്പോ എനിക്കും കിട്ടും പണി. ഓരോരുത്തർക്ക് പറ്റിയ പണി തന്നെ ദൈവം അവർക്ക് അറിഞ്ഞു കൊടുക്കും. എന്താ മുത്തശ്ശി, എന്നോട് നിങ്ങൾ പറഞ്ഞോ? ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. എനിക്കെന്താ വട്ടാണോ വലിഞ്ഞേറി വന്നവരോടൊക്കെ എനിക്ക് വർത്താനം പറയാൻ? മുത്തശ്ശിക്കൊരു പണി കൊടുത്താലോ? അയ്യോ, എന്റെ മോളെ, മോളെ, അയ്യോ മീനാക്ഷി എണീക്ക്. മോളെ, അയ്യോ മോളെ, 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 നിനക്ക് വല്ലതും പറ്റിയോ? പറ മോളെ. ഇതെന്റെ നമ്പർ അല്ലായിരുന്നോ? ഞാൻ വീണതൊന്നും അല്ല. അപ്പൊ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? കൊള്ളി മുത്തശ്ശി. മുത്തശ്ശിക്ക് ഞാൻ ഉമ്മ കൊടുത്തേ. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇന്ദ്രജ മേഡമാണല്ലോ. എന്താണാവോ ഈ നേരത്ത്? ഹലോ മാഡം. സർ, ഞാൻ സാറിനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചറിയാന്. എന്താണ് മാഡം? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, ചോദിക്കൂ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മാധുരി കേസിന്റെ അന്വേഷണ ചുമതല മിസ്റ്റർ മഹാദേവൻ അല്ലായിരുന്നോ? അതെ. സത്യം പറഞ്ഞ മാധുരിയുടേത് ഒരു ആത്മഹത്യയാക്കി മാറ്റി തള്ളാവുന്ന കേസാ. പക്ഷേ ഞാനൊരു മർഡർ കേസാക്കി മാറ്റിയ FIR ഇട്ടത്. അതാണ് ജയരാമൻ ജയിലിൽ കിടക്കുന്നത്. അതില് ഈ ജയറാം മാത്രമല്ലേ പ്രതിയായിട്ടുള്ളത്? ഒറ്റ പ്രതിയേ ഉള്ളൂ, ജയരാമൻ മാത്രം. ഞാൻ ആ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇപ്പോഴും IG ക്ക് സമർപ്പിച്ചിട്ടില്ല. വെരി ഗുഡ്. ഇനിയാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. മിസ്റ്റർ മഹാദേവൻ ആവശ്യപ്പെടുന്ന പണം ഞാൻ താങ്കൾക്ക് തരും. ഈ കേസിൽ ജയറാമിനോടൊപ്പം മറ്റൊരാളെ കൂടി പ്രതി ചേർക്കണം. അല്ല, അതാരാ? നന്ദിനിയെ. എന്താ ചെയ്തൂടെ? അല്ല, അതിപ്പോ മാഡം. IG എന്റെ ആളാണെന്ന് താങ്കൾക്കറിയാലോ. എന്റെ ഹസ്ബൻഡിന്റെ റിലേറ്റീവാണ് അദ്ദേഹം. ഞാൻ പറയുന്ന എന്ത് കാര്യവും അദ്ദേഹം ചെയ്യുമെന്ന് ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അറിയാം. ജയറാമിനോടൊപ്പം നന്ദിനിയും കൂടി എനിക്ക് ജയിലിലാക്കണം. അതെന്റെ ഒരു വാശിയാ.
അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചിലവാക്കും. ശരി മാഡം, ഞാൻ ചെയ്യാം. മാധുരി ഒഴിവാക്കി ജയരാമനും നന്ദിനിക്കും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അവരിരുവരും കൂടി മാധുരിയെ കൊന്നു. കറക്റ്റ്. മാധുരി കൊല്ലപ്പെടുന്ന ദിവസം ജയരാമനൊപ്പം നന്ദിനിയും ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഞാനങ്ങുണ്ടാക്കും. പോലീസ് ബുദ്ധി എനിക്കറിയാം. ആ അക്കൗണ്ട് നമ്പർ അയക്കൂ. ഇപ്പൊ തന്നെ അഡ്വാൻസ് അയക്കാം. അല്ല മാഡം, അത് നേരിട്ട് മതി. ക്യാഷായിട്ട്. ഓക്കെ. ഓക്കെ. ഇവർക്ക് എന്താ ഒരു സീക്രട്ട്? ചുറ്റിക്കളിയാണോ? ആ, ഞാൻ താഴെയുണ്ട്. എങ്ങനെയാ പ്ലാൻ? എടീ, അത് എൻ്റെ സുഹൃത്തിന് പരിചയമുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ പരിചയസമ്പന്നനായ ഒരു ഗൈനക്കോളജിസ്റ്റ് അബോർഷനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഒത്തിരി ദൂരമുണ്ടോ? ആ, കുറച്ച് ദൂരമുണ്ട്. ഒരിടനുണ്ട്. എടി വിളിക്കുന്നത് ആ ഇടനെയാ. ആ ഇടൻ എവിടെയാണ്? എപ്പോ പോണം? എത്രയും നേരത്തെ അവിടെ എത്തുന്നോ അത്രയും നല്ലത്. നമ്മള് എങ്ങനെ ഇവിടുന്ന് പോവും? ലവനാണ് ഈ ഇടൻ. എന്തോ ഉടായിപ്പ. എടി പറയുന്ന മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. എടൻ എന്താ പറയുന്നെന്ന് അറിയില്ലല്ലോ. എന്ന് ശരി, ഓക്കേടാ. ആ, അല്ല, നീ ഇപ്പൊ എവിടെയാ സംസാരിച്ചത്? ആരും കേട്ടില്ലല്ലോ. ആര് കേൾക്കാൻ? ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ശരി. ഇവിടെ മീനാക്ഷി പൂച്ച ഉണ്ടായിരുന്ന കാര്യം അവരുണ്ടോ അറിയുന്നു? ഇതൊരു പ്രശ്നമായി മാറുമല്ലോ. സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. കാർത്തികേട്ടാ, ആ, ഞാനിവിടെ അന്വേഷിക്കുകയായിരുന്നു. താനിത് എവിടെ പോയിരുന്നു? അമ്മ വിളിക്കുമായിരുന്നു എന്നെ. ഓ, ഞാൻ പുറത്തു നിന്ന് അമ്മയോട് സംസാരിക്കുമായിരുന്നു. ആ, നല്ല കാര്യം. എന്താ, വീട്ടിലെന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ആ, പിന്നെ കാർത്തികേട്ടാ, അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. ഓ, വെരി ഗുഡ്. അമ്മ എപ്പോഴാ ഇങ്ങോട്ട് വരിക? അമ്മ ഇങ്ങോട്ടൊന്നും വരുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഗർഭിണിയായ മകള് അമ്മയെ അവിടെ ചെന്ന് കാണുകയെന്ന് പറഞ്ഞ എന്ത് ന്യായം? ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യമാണോ? എന്തായാലും ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് യാത്ര ചെയ്യണ്ട. ഞാൻ സമ്മതിക്കില്ല. എന്താ കാർത്തികേട്ടാ ഇത്? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. അത് പറ്റില്ല, എനിക്കിപ്പോ പോയേ പറ്റൂ. ഇങ്ങനെ വാശി പിടിക്കല്ലേ മൈഥിലി. എന്റെ ഈ സൗമ്യത എന്റെ ബലഹീനതയാണെന്ന് ധരിക്കരുത്. അതെന്റെ സംസ്കാരമാണ്. ഒന്നുകിൽ നിന്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാം, അതല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കൊണ്ടുപോവാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ?
ആ മൈഥിലി, പോകാനുള്ള അനുവാദമൊന്നും കാർത്തിക് തന്നില്ല. ഇനി കാർത്തിക്കിന്റെ അനുവാദം കാത്തു നിൽക്കാനുള്ള നേരവും ഇല്ല. നമുക്ക് പോവാം. ഇനി എന്ത് വന്നാലും ആഘോഷം നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ശരി. മൈഥിലി, നീ എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട് വരെ. അത്യാവശ്യം. എന്തത്യാവശ്യം? ഇത്തരം അത്യാവശ്യങ്ങള് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാ. ഗർഭിണികളായ പെൺകുട്ടികള് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല. നീ അകത്തു പോ.